അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ റാഹത്തായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളാണ്. അധികമൊന്നുമില്ല. ഒരു ബിരിയാണി റൈസ്, അതുപോലെ ഒരു ബീഫിൻ്റെ റോസ്റ്റ്, ഒരു അട പായസം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട്. സാധാരണ പാലാണ്, തിളപ്പിക്കാത്ത പാലാണ് ഒഴിക്കുന്നത്. ഞാനൊരു 5 ലിറ്റർ പാലിലാണ് ഇപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. പാലൊഴിച്ചിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ അട മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പാലടയുടെ മിക്സാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പാലട ലൂസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പാലട മിക്സ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനൊരു 4 പാക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൽ തന്നെ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ഞാൻ മുഴുവനായിട്ട് ചേർക്കണില്ല. നമുക്ക് ലാസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ പഞ്ചസാര ഇതിൽ തന്നെ അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ടുണ്ടാവും. ഇനി പഞ്ചസാര ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാക്കറ്റിൽ പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് കേട്ടോ. ചില മിക്സിൽ പഞ്ചസാരയും അടയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ വിജയിൻ്റെ പാലട മിക്സിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ച് കൊടുക്കണം. സാധാരണ പാലടയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറില്ല. പാലിനെ നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കാറാണ് ചെയ്യാറുള്ളത്. നമ്മളിത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ അട വേവിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ പാലട എന്ന് പറഞ്ഞാൽ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കുറുക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഒരുപാട് തിളച്ച് മറിഞ്ഞ് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓയിൽ തന്നെയാണ് ഒരു 4 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസിനും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടിനും 2 പ്രാവശ്യം വഴറ്റിയെടുക്കുന്ന സമയം വേണ്ടല്ലോ. ഒരു പ്രാവശ്യം വഴറ്റിയെന്ന് പകുതി ഒന്ന് കോരി മാറ്റിയാൽ മതി. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചതച്ചേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ പെരുന്നാളിനൊക്കെ വളരെ കുറഞ്ഞ സമയമൊക്കെ അടുക്കളയിൽ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം കിച്ചണിൽ കിടന്നിട്ട് ഇതാവണേക്കാളും നല്ല ഇതുപോലെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിലേക്കൊരു 2 തക്കാളി അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾ ഞാൻ കൂടുതലായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു പകുതി നമുക്ക് ബീഫിലേക്ക് മാറ്റാനുള്ളതാണ്. കുറച്ച് മാത്രമേ നമ്മൾ ചോറിലേക്ക് എടുക്കുന്നുള്ളൂ. മഞ്ഞളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ നിന്ന് പകുതി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബീഫിലേക്ക് സെപ്പറേറ്റ് നമുക്ക് ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി റൈസ് ഇട്ടിട്ട് നമുക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാല ചോറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ
ബസ്മതി റൈസാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാലൻ്റെ അരി വേണമെങ്കിൽ എടുക്കാം. ഏത് റൈസിലും നമുക്ക് ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചോറിട്ടതിന് ശേഷം കുറച്ച് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിയില പുതിനയില അരിഞ്ഞത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതും കൂടെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, നമ്മുടെ ബിരിയാണി മസാലയാണ്, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി ചോറ് ഇതുപോലെ തന്നെ ഓരോ ലെയറുകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് ബിരിയാണി റൈസാണ്, നമ്മൾ ഇറച്ചിയൊന്നും മിക്സ് ചെയ്യാത്ത റൈസാണ്. എന്നാലും നല്ല ബിരിയാണിയുടെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്കും ഈ ഒരു ബിരിയാണി റൈസ് കഴിക്കാൻ പറ്റും. ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാൻ പറ്റും കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ റൈസും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. നന്നായിട്ട് നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നെയ്ച്ചോറാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടി പിടിക്കാത്ത നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് റൈസുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഉള്ളി തക്കാളിയുടെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി വഴറ്റേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ ഇപ്പോൾ 2 ഡിഷിനും നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഒരു മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്, ഇറച്ചി മസാല. ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് മുളക് പൊടി, ഗരം മസാല ഇതൊന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് മസാല വളരെ കുറച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ബീഫ് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. ഞാൻ കറക്റ്റായിട്ട് അളവ് പറയണില്ല കേട്ടോ. ഒരു 3/4 കിലോ അടുത്ത് വരും. നമ്മൾ വെയിറ്റ് നോക്കിയിട്ടൊന്നല്ല പറയുന്നത്. 1 കിലോ ബീഫിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ബാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ഞാൻ ബീഫ് കറായിയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ബീഫും കൂടെ ചേർത്തിട്ടുണ്ട്. ബീഫും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കാം കേട്ടോ. നമ്മൾ വളരെ എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് കുക്കായതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് കീറാണ്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുക്കറിലായതുകൊണ്ട് തന്നെ അത് വെന്ത് ഉടയും. അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് ഇനി നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണ്ട. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം എക്സ്ട്രാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കർ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. നമ്മൾ ബിരിയാണി റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.